ഹലോ എവ്രി വൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SSC GDയുടെ റീസണിങ് സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലോക്ക്. അപ്പോൾ ക്ലോക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെപ്പറ്റിയുള്ള കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസെപ്റ്റ്സ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ക്ലോക്ക് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കിൾ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? 360 ഡിഗ്രി. അപ്പോൾ ഇനി നമുക്കറിയാം ഈ ക്ലോക്കിനെ നമുക്ക് 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 12 പാർട്സ് ആണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 1 പാർട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ 1 പാർട്ട് എന്ന് പറയുന്നത് 360/12 വിച്ച് ഈസ് 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിളിൻ്റെ വാല്യൂ. 30 ഡിഗ്രി, കംപ്ലീറ്റ് ആംഗിൾ 360 ഡിഗ്രി. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്ലോക്കിൻ്റെ ഹാൻഡ്സിനെ പറ്റി പഠിക്കാം. ക്ലോക്കിന് മെയിൻലി 3 ഹാൻഡ്സ് ആണ് വരുന്നത്. മിനിറ്റ് ഹാൻഡ് വിച്ച് ഈസ് എ ലോങ്ങർ ഹാൻഡ്, ആൻഡ് പിന്നെ ഷോർട്ടർ ഹാൻഡാണ് അവർ ഹാൻഡ്, പിന്നുള്ള ഹാൻഡാണ് സെക്കൻഡ് ഹാൻഡ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ ആംഗുലാർ ഡിസ്റ്റൻസ് ഇതെങ്ങനെയാണ് കവർ ചെയ്യുന്നത് അതിനെപ്പറ്റി പഠിക്കാം. ഫസ്റ്റ് നമുക്ക് മിനിറ്റ് ഹാൻഡിനെ പറ്റി പഠിക്കാം. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 1 അവറിൽ എത്ര ആംഗുലാർ ഡിസ്റ്റൻസ് കവർ ചെയ്യും? അപ്പോൾ 1 അവർ എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 60 മിനിറ്റ്സിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 360 ഡിഗ്രി കവർ ചെയ്യും. എല്ലാവർക്കും അറിയാമല്ലോ. 1 അവറിൽ മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാമല്ലോ. 360/60 വിച്ച് ഈസ് 6 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 6 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് സെക്കൻഡ്സ് എഴുതാം. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 6/60 ചെയ്യുമ്പോൾ നമുക്ക് 1/10 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 1 മിനിറ്റിൽ 6 ഡിഗ്രി കവർ ചെയ്യും. 1 സെക്കൻഡിൽ 1/10 ഡിഗ്രിയാണ് മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്നത്. ഇത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അവർ ഹാൻഡിനെ പറ്റി പഠിക്കാം. അവർ ഹാൻഡ്. അപ്പോൾ അവർ ഹാൻഡ് 1 അവർ എന്ന് പറയുമ്പം 60 മിനിറ്റ്സിൽ ജസ്റ്റ് 5 മിനിറ്റ്സ് ആണ് അത് മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി. അപ്പോൾ അവർ ഹാൻഡ് 1 അവറിൽ 30 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 1 മിനിറ്റിൻ്റെ കണ്ടുപിടിക്കാമല്ലോ. 1 മിനിറ്റിൽ 30/60 വിച്ച് ഈസ് 1/2 ഡിഗ്രി. അപ്പോൾ അവർ ഹാൻഡ് 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. ഇനി 1 സെക്കൻഡിൽ നമുക്ക് എഴുതാം 1/2 × 60. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 1 സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാം 1/120 ഡിഗ്രി. മെയിൻലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 1 അവറിലെയും 1 മിനിറ്റിലെയും ആണ്. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ഹാൻഡിൻ്റെയും കൂടെ കാര്യം പറയാം. സെക്കൻഡ് ഹാൻഡിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അത് 1 മിനിറ്റിൽ തന്നെ 360 ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. സോ 60 സെക്കൻഡ്സിൽ 360 ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 1 സെക്കൻഡിൽ 360/60 വിച്ച് ഈസ് 6 ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് ഹാൻഡിൻ്റെ കേസ് വരുമ്പോൾ 1 സെക്കൻഡിലാണ് 6 ഡിഗ്രി കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ മിനിറ്റ് ഹാൻഡിൻ്റെ കേസിൽ 1 മിനിറ്റിൽ എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്? 6 ഡിഗ്രി. അവർ ഹാൻഡ് 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് മൂവ് ചെയ്യുക. അതേപോലെ സെക്കൻഡ് ഹാൻഡിൻ്റെ കേസിൽ 1 സെക്കൻഡിൽ 6 ഡിഗ്രി. 1 മിനിറ്റിൽ അത് 360 ഡിഗ്രി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്ലോക്കിനെ പറ്റിയുള്ള മെയിനായിട്ട് ഹാൻഡ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്.
ക്ലോക്കിൻ്റെ കേസിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് മിറർ ഇമേജ്, വാട്ടർ ഇമേജ്. ഒരു ടൈം തന്നിരിക്കും, അതിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കുക, വാട്ടർ ഇമേജ് കണ്ടുപിടിക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് മിറർ ഇമേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ടൈം തന്നിരിക്കുകയാണ്, അത് 11ലേക്കാളും ചെറുതാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 3:25. ഈ തന്നിരിക്കുന്ന അവർ 11ലേക്കാളും ചെറുതാണ്. അങ്ങനെ വരുന്ന കേസിൽ ഇതിനെ 1160ൽ നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ ഓർത്തിരിക്കുക, തന്നിരിക്കുന്ന വാല്യൂ 11ലേക്കാളും ചെറുതാണെങ്കിൽ തന്നിരിക്കുന്ന ടൈം സബ്ട്രാക്ട് ഫ്രം 1160. തന്നിരിക്കുന്ന ടൈം 1160ൽ നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം 835 ആയിരിക്കും 3:25ൻ്റെ മിറർ ഇമേജ് വരുന്നത്. ഇനി ഓർക്കുക, തന്നിരിക്കുന്ന ടൈം ഗ്രേറ്റർ ദാൻ 11 എന്ന് വെച്ചാൽ എക്സാമ്പിൾ കാണിക്കാം. അങ്ങനെ വരുന്ന കേസിൽ സബ്ട്രാക്ട് ഫ്രം 2360. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ടൈം 12:45 ആണ്. അപ്പോൾ ഇത് 11നെക്കാട്ടിലും വലുതാണല്ലോ. അങ്ങനെ വരുന്ന കേസിൽ 2360ൽ നിന്ന് വേണം ഇതിനെ സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11:15 ആയിരിക്കും ഇതിൻ്റെ മിറർ ഇമേജ് വരിക. (11:01) തൊട്ട് 12:59 വരെയുള്ള ഏത് ടൈം തന്നാലും അതിനെ 2360ൽ നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എക്സാക്ട് അവേഴ്സ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. ലൈക്ക് 3 o'clock, 4 o'clock, 5 o'clock ഇങ്ങനെ എക്സാക്ട് അവേഴ്സ് ആണ് തരുന്നതെങ്കിൽ സബ്ട്രാക്ട് ഫ്രം 12 o'clock. ഡയറക്റ്റ് നമുക്ക് 12 o'clockൽ നിന്ന് തന്നെ സബ്ട്രാക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഇട്ട് കൊടുത്താലും കിട്ടും, ബട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇപ്പോൾ 3 o'clock ആണ് തന്നത്, ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് 9 o'clock കിട്ടും. അപ്പോൾ എക്സാക്ട് അവേഴ്സ് ആണെങ്കിൽ അതിനെ 12 o'clockൽ നിന്ന് തന്നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അതേപോലെ തന്നിരിക്കുന്നത് 11നെക്കാട്ടിലും വലിയ ടൈമാണ് വരുന്നതെങ്കിൽ, 11 മണി കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ് തരുന്നതെങ്കിൽ അതിനെ 2360ൽ നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അതേപോലെ തന്നിരിക്കുന്ന ടൈം 11 മണിയേക്കാട്ടിൽ ചെറുതാണ് വരുന്നതെങ്കിൽ അതിനെ 1160ൽ നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഇതാണ് നമുക്ക് മിറർ ഇമേജിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വാട്ടർ ഇമേജ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് കേസാണ് വാട്ടർ ഇമേജ്. വാട്ടർ ഇമേജിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് മിനിറ്റ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന മിനിറ്റ് 30യെക്കാട്ടിലും ചെറുതാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 4:25 എന്നൊരു ടൈം തന്നു. ഇതിൻ്റെ വാട്ടർ ഇമേജ് കാണാൻ പറയാണ്. അങ്ങനെ വരുവാണെങ്കിൽ സബ്ട്രാക്ട് ഫ്രം 80:30. ഈ മിനിറ്റ്സ് ലെസ് ദാൻ 30 ആണെങ്കിൽ, തന്നിരിക്കുന്ന മിനിറ്റ്സ് ലെസ് ദാൻ 30 ആണെങ്കിൽ സബ്ട്രാക്ട് ഇറ്റ് ഫ്രം 18:30. 5 14 which is 2:05. ഈക്വലൻ്റ് ആണ്. 24 hour ക്ലോക്ക് ടൈം ആണ്. ഏതാണ് തന്നിരിക്കുന്നത് അത് ഡയറക്റ്റായിട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ടൈമിൻ്റെ മിനിറ്റ്സ് ലെസ് ദാൻ 30 ആണെങ്കിൽ സബ്ട്രാക്ട് ഇറ്റ് ഫ്രം 18:30. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നിരിക്കുന്ന മിനിറ്റ്സ് ഗ്രേറ്റർ ദാൻ 30 ആണ്. അങ്ങനെ വരുന്ന കേസിൽ സബ്ട്രാക്ട് ഫ്രം 17
90. അപ്പോൾ തന്നിരിക്കുന്ന മിനിറ്റ്സ് 30യെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ 7:35 ആണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 30യെക്കാട്ടിലും ഗ്രേറ്റർ ആണല്ലോ മിനിറ്റ്സ്. അങ്ങനെ വരുന്ന കേസിൽ ഇതിനെ സബ്ട്രാക്ട് ചെയ്യേണ്ടത് 70 90യിൽ നിന്നായിരിക്കും. 10:55 ഇതായിരിക്കും അതിൻ്റെ വാട്ടർ ഇമേജ് വരിക. അപ്പോൾ ഇതാണ് വാട്ടർ ഇമേജിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് കണ്ടീഷൻസ്. ഇനി ക്ലോക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കോയിൻസൈഡ്, ഓപ്പോസിറ്റ്, പെർപെൻഡിക്കുലർ. ഇതെന്ന് പറയുന്നത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡിൻ്റെയും ഇടയ്ക്ക് ഉള്ള ആംഗിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുമ്പം ബിറ്റ്വീൻ ആംഗിൾ വിൽ ബി 0. അപ്പോൾ ആ കേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോയിൻസൈഡിങ് കേസ് 0 വരുന്നത് ഒരു 1 ഡേ എത്ര തവണ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നു, 0 ഡിഗ്രി വരുന്നത് നമുക്കറിയാം. 12 മണിക്ക് കോയിൻസൈഡ് ചെയ്യും, അതേപോലെ 1:05 കഴിഞ്ഞ് കോയിൻസൈഡ് ചെയ്യും. എക്സാക്ട് 1:05 കോയിൻസൈഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ്. അതേപോലെ 2:10 കഴിഞ്ഞിട്ട് 3:04 3:15 ഇങ്ങനെ എല്ലായിടത്തും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് 11:55 കഴിഞ്ഞ് പിന്നെ കോയിൻസൈഡ് ചെയ്യുന്നത് 12 മണിക്കായിരിക്കും. 11:55 കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ 12 മണിക്ക് കോയിൻസൈഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടെയാണ് ഒരു എക്സെപ്ഷൻ വരുന്നത്. അപ്പോൾ 12 അവേഴ്സിൽ ടോട്ടലി 11 ടൈംസ് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും കോയിൻസൈഡ് ചെയ്യും. ഈ എക്സെപ്ഷൻ വരുന്നത് ഈ 11 മണി കഴിഞ്ഞിട്ടുള്ള ഇവിടെയാണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ 12 അവേഴ്സിൽ 11 ടൈംസ് കോയിൻസൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 24 അവേഴ്സ് നമുക്ക് പറയാമല്ലോ. 24 അവേഴ്സിൽ 11 × 2. സോ 1 ഡേ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് എത്ര തവണ കോയിൻസൈഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ടൈംസ്. ഒരു എക്സെപ്ഷൻ വരുന്നത് ഇവിടെയാണ്. കാരണം ഇത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ കോയിൻസൈഡ് ചെയ്യില്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് എത്ര തവണ കോയിൻസൈഡ് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇത് ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഓപ്പോസിറ്റ് കേസ് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓപ്പോസിറ്റ് വരിക, അതാണ് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. നമുക്കറിയാം 6 മണിക്ക് പിന്നെ അതേപോലെ 1:07 കഴിയുമ്പം 2:08 ഇതും അതേപോലെ ഈ 5:11 ഇവിടെ എത്തുമ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് വരില്ല. കാരണം അത് കഴിഞ്ഞിട്ട് 6 മണിക്കാണ് ഇവർ തമ്മിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് വരുന്നത്. സോ ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നത് ഈ 5 മണി കഴിഞ്ഞിട്ടുള്ള ഈ 5:55 ആ ഒരു കേസ്, അവിടെയാണ് ഒരു ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് 6 മണിക്കാണ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെയും 12 അവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര തവണയാവും? 11 ടൈംസ് ആണ്. 12 ടൈംസ് അല്ല, 11 ടൈംസ് ആണ്. അപ്പോൾ 24 അവേഴ്സിൻ്റെ നമുക്ക് പറയാമല്ലോ എത്രയാണ്? 22 ടൈംസ്. ഇതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. എക്സാക്ട്ലി ഡയറക്റ്റ് ഇതെങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. 12 അവേഴ്സിൽ 11 ടൈംസ് ആണ്. അപ്പോൾ 1 ഡേ എത്ര തവണ ഓപ്പോസിറ്റ് വരുന്നുണ്ട്? ഇറ്റ് ഈസ് 22 ടൈംസ്. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. കാരണം മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും പെർപെൻഡിക്കുലറായി വരിക. ഇത് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ 12 അവേഴ്സിൽ ടോട്ടലി 22 ടൈംസ് ആണ് പെർപെൻഡിക്കുലർ ആവുന്നത്. കാരണം 1 അവറിൽ തന്നെ 2 ടൈംസ് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്. ഇനി ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത് 2നും 3ക്കും ഇടയിൽ, ആ മണിക്കൂറിനിടയിൽ ഒരു ടൈമേ കോയിൻസൈഡ് ചെയ്യുന്നുള്ളൂ. കോയിൻസൈഡ് അല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുള്ളൂ. അതേപോലെ പിന്നൊരു ഡീവിയേഷൻ വരുന്നത് 8നും 9 മണിക്കും ഇടയിലും ഒരു തവണ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുള്ളൂ. ഇത് ഓർത്തിരുന്നാൽ മതി. ഇത് എക്സാക്ട് പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ടൈമിൽ ഒരു തവണ
എന്താവുന്നുള്ളൂ, പെർപെൻഡിക്കുലർ ആവുന്നുള്ളൂ. അതേപോലെ 9 മണിക്ക് ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആണല്ലോ, അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ടൈം ഒരു തവണ എന്താവുന്നുള്ളൂ, പെർപെൻഡിക്കുലർ ആവുന്നുള്ളൂ. അപ്പോൾ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ 12 അവേഴ്സിൽ 22 ടൈംസ്, കാരണം ബാക്കി എല്ലാ ടൈമിലും 2 ടൈംസ് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്. എക്സെപ്ഷണൽ കേസ് വരുന്നത് 2, 3 ആൻഡ് 8-നും 9 മണിക്കും ഇടയ്ക്കാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ഡേ 24 അവേഴ്സിൽ എത്ര തവണ പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്? 44 ടൈംസ്. 22 × 2 ചെയ്യുമ്പോൾ നമുക്ക് 44 ടൈംസ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലറിൻ്റെ കേസ്. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ. ഈ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പോസിറ്റ് കേസ് മാത്രം എടുത്താൽ പോരാ, 180 ഡിഗ്രി മാത്രം എടുത്താൽ പോരാ, 0 ഡിഗ്രി നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന കേസ് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഡേ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. 1 ഡേയിൽ കോയിൻസൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു 22 ടൈംസ്. അതേപോലെ ഓപ്പോസിറ്റ് വരുന്നതും 22 ടൈംസ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് 44 ടൈംസ്. കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 22 ടൈംസ് ആണ്. അതേപോലെ ഓപ്പോസിറ്റ് വരുന്നത് 22 ടൈംസ് ആണ്. സ്ട്രെയിറ്റ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസൈഡ് കേസും എടുക്കാം, ഓപ്പോസിറ്റ് കേസും എടുക്കാം. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കൂടെ സമ്മാണ് 44 ടൈംസ്. അതേപോലെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾ ആയിട്ട് വരിക, 90 ഡിഗ്രി വരിക, ഇങ്ങനെ ചോദിക്കുമ്പം അത് ടോട്ടൽ 1 ഡേയിൽ 44 ടൈംസ് വരുന്നുണ്ട്. അപ്പം അത് മനസ്സിലായല്ലോ. പെർപെൻഡിക്കുലർ കേസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 1 ഡേയിൽ 44 ടൈംസ് ഉണ്ട്. അതേപോലെ 0 ഡിഗ്രി 1 ഡേയിൽ 22 ടൈംസ്. അതേപോലെ 180 ഡിഗ്രി 1 ഡേയിൽ 22 ടൈംസ്. ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കോയിൻസൈഡിൻ്റെ കേസിൽ കണ്ടുപിടിക്കേണ്ടതിന് ഏതാണ് എക്സാക്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർമുലയുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഇനി വേറെ ഒരു കേസാണ്, നമുക്ക് അവർ ഹാൻഡും ഒരു ടൈം തന്നിരിക്കും, അതിൽ അവർ ഹാൻഡിൻ്റെയും മിനിറ്റ് ഹാൻഡിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് 4:30. ഇതിൽ അവർ ഹാൻഡിൻ്റെയും മിനിറ്റ് ഹാൻഡിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. 30 hours മൈനസ് 11/2m. ഇതാണ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ അവേഴ്സിൻ്റെ ഇടയ്ക്ക് എന്ത് അവറാണോ തന്നിരിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 30 × 4 മൈനസ് 11/2 30. അപ്പോൾ എന്താണ് 3 × 4 is 120. 120 മൈനസ് 165 എന്ന് കിട്ടുന്നു, which is 45 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഫോർമുല ഓർത്തിരിക്കുക. 30 hours മൈനസ് 11/2. ഇതാണ് നമ്മൾക്ക് അവർ ഹാൻഡിൻ്റെയും മിനിറ്റ് ഹാൻഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഫോർമുല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഹൗ മെനി ഡിഗ്രീസ് ഡസ് ദ മിനിറ്റ് ഹാൻഡ് മൂവ് ഇൻ 12 മിനിറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1 മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് എത്രയാണ് മൂവ് ചെയ്യുന്നത്? 1 മിനിറ്റിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 1 മിനിറ്റിൽ 6 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 12 മിനിറ്റ്സിലെയാണ് ചോദിച്ചേക്കുന്നത്. 12 മിനിറ്റ്സിലെ അപ്പോൾ എത്ര ആയിരിക്കും? 1 മിനിറ്റിൽ 6. അപ്പോൾ 12 മിനിറ്റിൽ 6 × 12 which is 72 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിഗ്രീസ് ഡസ് ദ അവർ ഹാൻഡ് മൂവ് ഇൻ 40 മിനിറ്റ്സ്? 40 മിനിറ്റ്സിൽ അവർ ഹാൻഡ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 1 മിനിറ്റിൻ്റെ നമുക്ക് ഓൾറെഡി അറിയാം. 1 മിനിറ്റിൽ അവർ ഹാൻഡ് മൂവ് ചെയ്യുന്നത്
1/2 ഡിഗ്രി അല്ലേ. അപ്പോൾ 40 മിനിറ്റ്സിൽ എത്ര ആയിരിക്കും? 40 മിനിറ്റ്സിൽ 40 ഇൻറ്റു 1/2 വിച്ച് ഈസ് 20 ഡിഗ്രി. അപ്പോൾ 20 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ഹാൻഡിൻ്റെ ആണ്. ഹൗ മെനി ഡിഗ്രീസ് ഡസ് ദ സെക്കൻഡ് ഹാൻഡ് മൂവ് ഇൻ 50 സെക്കൻഡ്സ്? 15 സെക്കൻഡ്സിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡിന് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു. 1 സെക്കൻഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് 6 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 50 സെക്കൻഡ്സിൽ എങ്ങനെയായിരിക്കും? 50 സെക്കൻഡ്സിൽ 6 ഇൻറ്റു 15 വിച്ച് ഈസ് 90. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 6 ഇൻറ്റു 50 ഇറ്റ്സ് 90. അപ്പോൾ ഇത് 1 സെക്കൻഡിലെ 1 മിനിറ്റിലേക്ക് ഓർത്തിരുന്നാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി മോർ ഡിസ്റ്റൻസ് ഡസ് ദ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ഓവർ അവർ ഹാൻഡ് ഇൻ 30 മിനിറ്റ്സ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് തമ്മിലുള്ള റേഷ്യോ എഴുതാം. അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ്. അപ്പോൾ അവർ ഹാൻഡ് 1 മിനിറ്റിൽ എത്രയാണ്? 1/2 ഡിഗ്രി അല്ലേ. അതേപോലെ മിനിറ്റ് ഹാൻഡ് എത്രയായിരിക്കും? 6 ഡിഗ്രി. ഓക്കെ. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സിൻ്റെ അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇൻറ്റു 30 ചെയ്യുക. അപ്പോൾ ഇവിടെ 180 വരും. ഇവിടെ എന്തായിരിക്കും? 15. അപ്പോൾ 15ൽ നിന്ന് 180. അപ്പം എത്ര ഡിസ്റ്റൻസ് ആണ് എക്സ്ട്രാ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്തതെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 15. 180 മൈനസ് 50. 180 മൈനസ് 50 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈസ് 165. 165 ആണ്. ഇനി ഇത് ഇത്രയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പം ജസ്റ്റ് 11/2 ഇൻറ്റു തന്നിരിക്കുന്ന മിനിറ്റ് എത്രയാണോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 11 ഇൻറ്റു 15 എന്ന് വരും. ഈ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാവരും ഓർത്തിരിക്കുക. 2 ഡിജിറ്റ് നമ്പറുമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം തന്നിരിക്കുന്ന ഈ നമ്പർ എന്താണോ അത് എഴുതുക. അതിനുശേഷം ഈ നടുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്തങ്ങ് എഴുതുക. അങ്ങനെയാണ് നമുക്ക് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 ഡിജിറ്റ് നമ്പറിൻ്റെ കേസ് തന്നിരിക്കുന്ന നമ്പർ എഴുതുക, എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്ത് എഴുതുക. അപ്പോൾ 165. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതി ചെയ്യണം എന്നില്ല. ജസ്റ്റ് 11/2 ഇൻറ്റു തന്നിരിക്കുന്ന മിനിറ്റ് എന്താണോ അത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എത്ര എക്സ്ട്രാ മിനിറ്റ്സ് ആണ് കവർ ചെയ്തത് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 420? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞിരുന്നു. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30 hours മൈനസ് 11/2 m. അപ്പോൾ ഇവിടെ അവർ എന്താണ് തന്നിരിക്കുന്നത്? 420 ആണ്. അപ്പോൾ അവറിൻ്റെ സ്ഥാനത്ത് 4 എഴുതുക ആൻഡ് മിനിറ്റിൻ്റെ സ്ഥാനത്ത് 20. അപ്പോൾ 30 ഇൻറ്റു 4 3 4s are 120 ആൻഡ് 11 ഇൻറ്റു 10 which is 110. 120 മൈനസ് 110 is 10 degree. 10 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഈ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് അറ്റ് 5:15 PM. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? 30 hours മൈനസ് 11/2 m. ഇതാണ് നമ്മളുടെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ അവേഴ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 13 ഇൻറ്റു 5 മൈനസ് 11/2. മിനിറ്റ്സ് തന്നിരിക്കുന്നത് 15 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 150 30 ഇൻറ്റു 50 is 150 മൈനസ് 165/2 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 മൈനസ് 165/2 എന്ന് വരും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 135/2
which is 67.5 എന്ന് വരും. 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പെട്ടെന്ന് പഠിച്ചിരിക്കുക, എളുപ്പമാണ്. 1 5 1 + 5 എടുത്ത് നടുക്കോട്ട് എഴുതുക. 11 നമുക്ക് ക്ലോക്കിൻ്റെ കേസിൽ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഓർത്തിരുന്നാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ആൻസർ 67.5. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. Okay, and now find the water image of 3 o'clock. 3 o'clockൻ്റെ വാട്ടർ ഇമേജ് ആണ് ചോദിച്ചത്. അപ്പം നമുക്ക് നോക്കാം. വാട്ടർ ഇമേജ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന മിനിറ്റ്സ് 30യെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? 80/30. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് 3 o'clock സബ്ട്രാക്ട് ചെയ്യുക. -3 ഇറ്റ്സ് 15:30 എന്ന് വരും. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 15:30 കാണുന്നില്ല. സോ ഇത് എന്തിൻ്റെ 24 hour ക്ലോക്ക് ടൈമാണ്? 3:30യുടെ 24 hour ക്ലോക്ക് ടൈമാണ് 15:30 എന്ന് പറയുന്നത്. സോ 3:30 നമ്മുടെ ഓപ്ഷനിലുണ്ട്, അത് ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി വാട്ടർ ഇമേജ് ഓഫ് ടൈം അറ്റ് 4:50 ഇൻ ദ ക്ലോക്ക്. അപ്പോൾ വാട്ടർ ഇമേജ് വരുമ്പം എന്താണ് നമ്മൾ നോക്കേണ്ടത്? മിനിറ്റ്സ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന മിനിറ്റ് >30 ആണ്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? 70/90. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ 450 സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എടുക്കുക, 9 - 5 is 4 and 17 - 4 is 1340. അപ്പോൾ നമുക്ക് കിട്ടിയത് 1340. അപ്പോൾ ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷനിലുണ്ട് 1340, അല്ലെങ്കിൽ 1:40 എന്നായിരിക്കും തന്നിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നോക്കി ടിക്ക് ചെയ്യുക. വാട്ടർ ഇമേജിൻ്റെ കേസ് മനസ്സിലായല്ലോ. മിനിറ്റ്സ് >= ആണോ എന്ന് നോക്കുക. >30 ആണെങ്കിൽ 17/90 നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഇഫ് മിനിറ്റ് ഈസ് <30 80/30 നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആംഗിൾ ഈസ് മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 59 seconds? അപ്പോൾ 59 secondsൽ മിനിറ്റ് ഹാൻഡ് എത്ര കവർ ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു. 1 സെക്കൻഡിൽ മിനിറ്റ് ഹാൻഡ് എത്രയാണ്? 6/16 which is 1/10 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. 1 സെക്കൻഡിൽ 1/10 ഡിഗ്രി ആണെങ്കിൽ 59 സെക്കൻഡിൽ എത്രയായിരിക്കും? 5.9 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് ബേസിക് കൺസെപ്റ്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോവാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി മിറർ ഇമേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ടൈം ഏതാണെന്ന് നോക്കുക. 1:40. അപ്പോൾ ഇത് <11 ആണല്ലോ. അപ്പോൾ <11 വരുമ്പോൾ നമ്മൾ എന്തിൽ നിന്നായിരുന്നു സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 11:60 നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഇത് 20 ആൻഡ് ഇറ്റ് ഈസ് 10:20 ആണ് നമ്മളുടെ ആൻസർ വന്നത്. ഓപ്ഷൻ ബി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലോക്ക് ഷോസ് 12:45. വാട്ട് ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദിസ് ടൈം? അപ്പോൾ തന്നിരിക്കുന്ന ടൈം എടുത്ത് എഴുതുക. 12:45 ആണ്. അപ്പോൾ ഈ 12 > 11. അപ്പോൾ നമുക്ക് ഏതിൽ നിന്നായിരിക്കും സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 12:45 വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഈസ് 2360. 11:15 ആണ് നമുക്ക് ആൻസർ വന്നത്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ മിറർ ഇമേജ് വരുമ്പോൾ ഓർക്കേണ്ടത് തന്നിരിക്കുന്ന
അവർ 11-നെക്കാട്ടിലും ചെറുതാണെങ്കിൽ യൂസ് 11:16. ആൻഡ് തന്നിരിക്കുന്ന ടൈം 11-നെക്കാട്ടിലും മുകളിൽ വരുന്നൊരു ടൈമാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:1 തൊട്ട് 12:59 വരെയുള്ള ഏത് ടൈം വന്നാലും ഇതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എക്സാക്ട് അവേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിന് 12 o'clock നിന്ന് തന്നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതാണ് മിറർ ഇമേജ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, at what time between 3 and 4 o'clock will the hands of a clock be opposite to each other? അപ്പോൾ നമുക്ക് എക്സാക്ട് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 o'clock-നിടയ്ക്കും 4 o'clock-നിടയ്ക്കും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓപ്പോസിറ്റ് വരുന്ന എക്സാക്ട് ടൈം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഫസ്റ്റ് തന്നിരിക്കുന്ന കൂട്ടത്തിൽ ആദ്യം വന്നിരിക്കുന്ന ടൈം ഏതാണോ അത് ഡയറക്റ്റ് അങ്ങ് എടുത്ത് എഴുതുക. ഇനി യൂസ് ചെയ്യേണ്ട മിനിറ്റ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുലയാണ് 16 × A/11. അപ്പോൾ ഓപ്പോസിറ്റ് കേസ് വരുമ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ഓപ്പോസിറ്റ് ആണോ നമ്മൾ ആദ്യം എഴുതിയ ടൈമില്ലേ 3, അപ്പോൾ 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ടൈം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 3യുടെ ഓപ്പോസിറ്റ് ക്ലോക്കിൽ വരുന്ന ടൈം ഏതാണ്, ക്ലോക്കിൽ വരുന്ന നമ്പർ ഏതാണ്? 3യുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം 9. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എയുടെ വാല്യൂ 9 ആയിരിക്കണം. ഓപ്പോസിറ്റ് കേസ് വരുമ്പം 3യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും എ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 360 × 9/11 വിച്ച് ഈസ് 540/11 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ടൈം 3:49:1/11 എന്നാണ് കിട്ടിയത്. അപ്പോൾ 3:49:1/11 മിനിറ്റ്സ് പാസ്റ്റ് 3. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഏതാണോ ആദ്യം തന്നിരിക്കുന്ന ടൈം അത് ഡയറക്റ്റ് ആയിട്ട് എടുത്തങ്ങ് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 60 A/11. അപ്പോൾ ഓപ്പോസിറ്റ് കേസിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ 3 ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ക്ലോക്കിൽ വരുന്ന ടൈം ഏതാണോ അത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ടൈം ഏതാണ് 3. ഇൻ 2ൻ്റെ കേസിലാണെങ്കിൽ 8 എടുക്കണം, അതേപോലെ 1ൻ്റെ കേസിലാണെങ്കിൽ 7 എടുക്കണം, 4ൻ്റെ കേസിലാണെങ്കിൽ 10 എടുക്കണം, അതേപോലെ 5ൻ്റെ കേസിലാണെങ്കിൽ 11 എടുക്കണം. ഇതിങ്ങനെ എടുക്കണം. അപ്പോൾ എയുടെ വാല്യൂ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഫസ്റ്റ് ടൈം ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. 60 A/11 ആദ്യം തന്നിരിക്കുന്ന ടൈം കറക്റ്റായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് കേസിലാണ് ഞാനീ പറഞ്ഞത്, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ എഴുതിയേക്കുന്ന വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് ക്ലോക്കിൽ കിടക്കുന്ന ടൈം ഏതാണോ അതെടുത്ത് എഴുതുക, വാല്യൂ ഏതാണോ അത് എഴുതുക, എന്നിട്ട് ചെയ്തു നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 and 8 o'clock will the hands of a clock coincide? അപ്പോൾ കോയിൻസൈഡിൻ്റെ കേസിലും നമ്മൾ സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എയുടെ വാല്യൂ എടുക്കുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ആദ്യം ഏതാണോ എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ആദ്യം ഏതാണോ കോയിൻസൈഡ് ആയാലും ഓപ്പോസിറ്റ് ആയാലും ആദ്യം തന്നിരിക്കുന്നത് ഏതാണോ അത് ഡയറക്റ്റ് എടുത്തങ്ങ് എഴുതുക. ഇനി നമ്മുടെ 60 A/11 എന്ന് പറഞ്ഞല്ലോ, എയുടെ വാല്യൂ ഒന്നും നോക്കണ്ട 7 തന്നെയായിരിക്കും. ഓപ്പോസിറ്റ് ഒന്നും എടുക്കണ്ട, കോയിൻസൈഡ് കേസാണോ എയുടെ വാല്യൂ ഈ എഴുതിയേക്കുന്ന വാല്യൂ തന്നെ എടുത്തങ്ങ് എഴുതുക. 60 × 7/11 എന്ന് വരും. അപ്പോൾ 420/11. (38:2/11) minutes past 7. എല്ലാ ക്വസ്റ്റിനും 7 തന്നെ ആയിരിക്കും ആദ്യം അവറായിട്ട് എഴുതേണ്ടത്. പിന്നെ ഇതേ ഉള്ളു, കോയിൻസൈഡ് കേസിൽ ഈ വാല്യൂ തന്നെ ഇട്ട് ചെയ്യുക. ഓപ്പോസിറ്റ് കേസ് വരുന്നിടത്താണ് ഈ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് ഏത് വാല്യൂ ആണോ വരുന്നത് അതെടുത്ത് എഴുതുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. At what time between 4 and 5 o'clock will the hands of a clock be at right angles for the first time?
അപ്പോൾ 2 ടൈം ഉണ്ടെന്ന് അറിയാമല്ലോ, അതിൽ ഫസ്റ്റ് ടൈം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലും സെയിം തന്നെ, ഫോർമുലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന ടൈം ഏതാണോ അത് തന്നെ ആയിരിക്കും അവർ, അതിലൊരു മാറ്റമില്ല. ഇനി നമ്മളുടെ 60a/11 ഫോർമുല തന്നെ ഇവിടെ വരുമ്പം a ± 3. 2 ടൈം ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിൽ 4-നേക്കാട്ടിലും -3 ചെയ്യാനും ഉണ്ട്, +3 ചെയ്യാം. അപ്പോൾ -3 ചെയ്ത് കഴിഞ്ഞാൽ 4 - 3 വിച്ച് ഈസ് 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതായിരിക്കുമല്ലോ ഫസ്റ്റ് ടൈം, അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കുമെന്ന് നമുക്ക് അതിൽ നിന്ന് ഓർക്കാമല്ലോ. ഇനി 4 + 3 ആണെങ്കിൽ 7 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചോദിച്ചത്, അപ്പോൾ നമുക്ക് 1 ഇട്ട് തന്നെ ചെയ്യാം. 60/11 4 ഈ തന്നിരിക്കുന്ന ടൈമാണ് നമ്മൾ a ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്നത് 4 - 3 1 അല്ലേ, അപ്പോൾ 60. അപ്പോൾ 60/11 നമുക്ക് ചെയ്ത് നോക്കാം. 5 are 55. അപ്പോൾ നമുക്ക് കിട്ടിയ ടൈം എന്താണ് വരുന്നത്? കോഷ്യൻ്റ് എടുത്ത് എഴുതുക 5/11. 5/11. ഇനി നമുക്ക് ജസ്റ്റ് അതർ ടൈമും കൂടെ ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, അതും കൂടെ എടുത്ത് അങ്ങ് എഴുതുകയാണ് ഞാൻ. 60 × 4 + 3 ചെയ്താൽ 7 കിട്ടും. അപ്പോൾ 420/11 എന്നല്ലേ വരുന്നത്. ഓക്കെ, 38/2/11. സെക്കൻഡ് ടൈമായിരുന്നു ചോദിച്ചതെങ്കിൽ ഇതായിരുന്നു ആൻസർ. ഫസ്റ്റ് ടൈമാണ് ചോദിച്ചത്, അപ്പോൾ ഇത് എഴുതുക. ഈ +or -3 ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് ക്ലോക്കിലുള്ള ടൈം ഏതാണോ അത് മാത്രം എടുത്ത് എഴുതുക. ഇൻ കേസ് ഇപ്പോൾ ഇവിടെ 1 മണിക്കും 2 മണിക്കും ഇടയിലുള്ളതാണ് ചോദിച്ചതെങ്കിൽ 1 - 3 ചെയ്യുമ്പം ക്ലോക്കിലുള്ള ടൈം എന്താണോ അത് തന്നെ എടുത്തെഴുതുക. അപ്പോൾ 1 - 3 ചെയ്യുമ്പം 10 ആയിരിക്കും വരുന്നത്. 1 + 3 ചെയ്യുമ്പോൾ 4 വരും. അതേപോലെ 12, 11, 10 ക്ലോക്കിലുള്ള ടൈം മാത്രം എടുത്ത് എഴുതുക, അല്ലാതെ -2 അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മൾക്ക്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, 60a/11 എന്നുള്ള 60a/11 എന്നുള്ള ഫോർമുലയാണ് മിനിറ്റ്സ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോയിൻസൈഡിൻ്റെ കേസിൽ തന്നിരിക്കുന്ന അവർ ഇവിടെ എഴുതുന്ന അതേ അവർ തന്നെ എയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്പോസിറ്റ് വരുമ്പം ഈ തന്നിരിക്കുന്ന അവറിൻ്റെ ഓപ്പോസിറ്റ് ഏത് വാല്യൂ ആണോ വരുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ പെർപെൻഡിക്കുലർ വരുമ്പം ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നത് a ± 3. ഈ അവർ എന്താണോ അത് +or -3 ചെയ്യുക. ഇവിടെ ഇപ്പം ഫസ്റ്റ് ടൈം ഏതാണെന്നാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് -3 ഇട്ട് 1 ഇട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 5/11 എന്നായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A clock shows 9:15. If the hour hand points south, in which direction does the minute hand points? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 9:15. 9:15 മീൻസ് 15 മീൻസ് 3-ലായിരിക്കുമല്ലോ. അപ്പോൾ അവർ ഹാൻഡ് ഓക്കെ 9 hours. അവർ ഹാൻഡ് പോയിൻറ്റ്സ് ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ മിനിറ്റ് ഹാൻഡ് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്തത്, ഏത് ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ എഴുതാൻ അറിയാമല്ലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇത് സൗത്ത് ആണെന്ന് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ അങ്ങ് എഴുതി പോകാൻ അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടി മിനിറ്റ് ഹാൻഡ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് നോർത്ത്. ജസ്റ്റ് ഡയറക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. സൗത്ത് ആണെന്ന് പറഞ്ഞു, അപ്പോൾ ക്ലോക്ക് വൈസ് അങ്ങ് എഴുതി പോയാൽ മതി സൗത്ത്. അപ്പോൾ വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. മിനിറ്റ് ഹാൻഡ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ ക്ലോക്കിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള ടൈപ്പ് തന്നെ ആയിരിക്കും കൂടുതലും ചോദിക്കുക. അപ്പോൾ താങ്ക് യു.